الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقهوا قولي. ബഹുമാന്യ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക സിട്ടാവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മളെല്ലാവരും മുഅ്മിനീങ്ങളാണ്, വിശ്വാസികളാണ്. ഇസ്ലാമോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും താല്പര്യപ്പെടുന്ന ആളുകളാണ് നമ്മൾ. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരാൾ യഥാർത്ഥ വിശ്വാസിയായി മാറണമെങ്കിൽ
അദ്ദേഹം ഷഹാദത്ത് പ്രഖ്യാപിച്ചിരിക്കണം. ഒന്നാമതായി അള്ളാഹുവിന്റെ ഏകത്വം അവൻ അംഗീകരിക്കണം. ഏകനായ, അജയ്യനായ, അതുല്യനായ, ഊണില്ലാത്ത, ഉറക്കമില്ലാത്ത, ഒടുക്കമില്ലാത്ത പടച്ച തമ്പുരാൻ മാത്രമേ ഇലാഹുള്ളൂ. ആ ഇലാഹിന് മാത്രമേ ആരാധന അനുഷ്ഠാനങ്ങൾ അർപ്പിക്കാവൂ എന്നുള്ള ഷഹാദത്തിന്റെ പ്രഖ്യാപനം, അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഷഹാദത്ത് കലിമയുടെ രണ്ടാം ഭാഗമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് സാക്ഷ്യം വഹിക്കാതെ നമ്മുടെ കൂട്ടത്തിൽ ഒരാള് മുഅ്മിനായി മാറില്ല, വിശ്വാസിയായി മാറില്ല. ഈ ദുനിയാവിലേക്ക് പിറന്നു വീണപ്പോൾ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പിറന്നു വീണപ്പോൾ നമ്മുടെ ചെവികളിൽ അലയൊടിച്ചുകൊണ്ട് ഷഹാദത്തിന്റെ പ്രഖ്യാപനങ്ങൾ ബാങ്കൊലിയിൽ കൂടി സ്വീകരിച്ച ആളുകളാണ് നമ്മളൊക്കെ ബൈ ചാൻസിൽ മുസ്ലിമായ ആൾക്കാരാ. ഉമ്മയും ബാപ്പയും മുസ്ലിമായി എന്നത് കൊണ്ട് നമ്മൾ മുസ്ലിമായി. ബൈ ചോയ്സ് അല്ല. ഇസ്ലാമിനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച്, മതത്തെ കുറിച്ച്, ദർശനത്തെ കുറിച്ച് പഠിച്ച് അതിൽ നിന്ന് ഒന്ന് നമ്മൾ തെരഞ്ഞെടുത്തില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ മഹത്വം എന്താണ്, അതിന്റെ പരിപൂർണത എന്താണ്, അതിന്റെ അനുഭൂതി എന്താണ് എന്ന് നമ്മിൽ പല ആളുകളും ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനായി നമ്മൾ പ്രഖ്യാപിക്കുകയും നമ്മുടെ ജീവനേക്കാൾ ഉപരിയായി ഭൗതിക ലോകത്ത് നമ്മൾ താല്പര്യപ്പെടുന്ന സകല വ്യക്തികളെക്കാളും വസ്തുക്കളെക്കാളും അതുപോലെ തന്നെ ഭൗതികമായി കൊണ്ട് നമ്മൾ താല്പര്യപ്പെടുന്ന മുഴുവൻ വസ്തുക്കളെക്കാൾ ഉപരിയായി നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ സ്നേഹിക്കാതെ അവൻ ഇസ്ലാമിൽ സ്ഥാനമില്ല. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, എന്റെ ഈ തടി കഴിഞ്ഞാൽ, എന്റെ ഈ ശരീരം കഴിഞ്ഞാൽ, എന്റെ ജീവൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഞാൻ സ്നേഹിക്കുന്നത് അങ്ങയെയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ, ഉമറെ, അങ്ങനെയല്ല, നിന്റെ ജീവനേക്കാളും നിന്റെ ശരീരത്തെക്കാളും ഉപരിയായി എന്നാണോ നീ എന്നെ സ്നേഹിക്കുന്നത്, അന്ന് നിന്റെ ഈമാൻ പൂർത്തിയാക്കുകയുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുയായികളെ പഠിപ്പിക്കുകയാണ്. വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിന്റെ ശരീരത്തെക്കാളും നിന്റെ ജീവനേക്കാളും ഉപരിയായി നീ എന്നെ എന്ന് സ്നേഹിക്കുന്നുവോ അന്ന് മാത്രമാണ് നിന്റെ ഈമാൻ പൂർത്തിയാക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങള്, നമ്മുടെ ഈമാനും ഇസ്ലാമും പൂർത്തിയാക്കണമെങ്കിൽ എല്ലാത്തിലും ഉപരിയായി നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ സ്നേഹിക്കണം. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാവിനേക്കാളും പിതാവിനേക്കാളും മക്കളെക്കാളും ഭൂലോകത്തുള്ള സകല മനുഷ്യരെക്കാളും ഉപരിയായി എന്നാണോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് അന്ന് മാത്രമാണ് നമ്മുടെയൊക്കെ വിശ്വാസം പൂർത്തിയാക്കുകയുള്ളൂ. നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ മക്കളെക്കാളും നമ്മുടെ കൂടപ്പിറപ്പുകളെക്കാളും നമ്മുടെ ഇണയേക്കാളും നമ്മുടെ കുടുംബത്തെക്കാളും നമ്മുടെ സമ്പത്തിനേക്കാളും നമ്മുടെ ബിസിനസിനേക്കാളും ഉപരിയായി നമ്മുടെ വീടിനേക്കാളും ഉപരിയായി നമ്മുടെ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കാൻ തയ്യാറില്ലെങ്കിൽ
പടച്ച തമ്പുരാൻ അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്ത് അറിയാത്ത ഒരാളും എന്റെ മുമ്പിൽ ഉണ്ടാവില്ല. ആനുകാലിക പശ്ചാത്തലത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആയത്താണ് ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലിൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി. സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്തിൽ അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കളോടാണോ, നിങ്ങളുടെ മക്കളോടാണോ, നിങ്ങളുടെ കൂടപ്പിറപ്പുകളോടാണോ, നിങ്ങളുടെ ഭാര്യമാരോടാണോ, നിങ്ങളുടെ കുടുംബത്തോടാണോ, നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സമ്പാദ്യത്തിനോടാണോ, അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസിനോടാണോ, നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വീടിനോടാണോ, അഹബ്ബയിലൈക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനേക്കാളും അള്ളാന്റെ റസൂലിനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ഉപരിയായി ഈ പറയുന്ന 8 വ്യക്തികളെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ ഫതറബ്ബസു, കാത്തിരിക്കണം, നിങ്ങൾ പ്രതീക്ഷിക്കണം. ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അള്ളാഹുവിന്റെ ശിക്ഷ, അള്ളാഹുവിന്റെ വിധിയും തീരുമാനങ്ങളും നിങ്ങളെ തേടിയെത്തും. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ സ്നേഹിക്കണമെന്ന വിഷയത്തിൽ ഒരാൾക്കും എതിരഭിപ്രായമില്ല. പക്ഷേ അത് എങ്ങനെയാകണം, ഏത് രൂപത്തിലാകണം എന്നതിലാണ് നമുക്ക് ഭിന്നാഭിപ്രായമുള്ളത്. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചു, പ്രവാചകനോട് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുണ്ടെങ്കിൽ പ്രവാചകന്റെ സുന്നത്തിനെ പുതുജീവൻ നൽകി ജീവിതത്തിന്റെ സകല മേഖലകളിലും നമ്മൾ പാലിക്കുമ്പോഴേ യഥാർത്ഥ വിശ്വാസിയായി മാറുകയുള്ളൂ. 3 കാര്യമുള്ളവൻ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു, ആസ്വദിച്ചു എന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞു. സഹോദരങ്ങളെ, അതിലൊന്നെന്താണോ? സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ അയ്യകൂനല്ലാഹ വറസൂലഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. എല്ലാത്തിലും ഉപരി ഈ ഭൂലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ താല്പര്യപ്പെടുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന സകല വ്യക്തികളെക്കാളും ഉപരിയായി എന്നാണോ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുന്നത്, അന്നാണ് ഈമാനിന്റെ മധുരം, ഈമാനിന്റെ മാധുര്യം നമ്മൾ അനുഭവിച്ചിട്ടുള്ളൂ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ ജീവിക്കുന്ന ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സഹാബത്ത് എല്ലാത്തിലും ഉപരിയായിക്കൊണ്ട് പ്രവാചകനെ സ്നേഹിച്ചു. സ്വന്തം വീടിനേക്കാൾ, സ്വന്തം നാടിനേക്കാൾ, സ്വന്തം ബന്ധുക്കളെക്കാൾ, സ്വന്തം സമ്പത്തിനേക്കാൾ ഉപരിയായി പ്രിയപ്പെട്ട പ്രവാചകനെ സ്നേഹിച്ചു. സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ശത്രുക്കൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല കൊയ്യാൻ തക്കം പാത്തിരിക്കുന്ന വേളയിലാണ് സൗർ ഗുഹയിൽ പ്രവാചകന് താങ്ങായി, തണലായി, ആശ്വാസമായി, പ്രവാചകന്റെ നിഴലായി സൗർ ഗുഹയിൽ പ്രവാചകന്റെ അരുമ സഹാബിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് സൗർ ഗുഹയിൽ പ്രവാചകന് കൂട്ടിരിക്കുന്നത്. ഖുറൈശി പ്രമുഖരായ ആളുകൾ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി 19ഓളം യുവാക്കളെ സജ്ജരാക്കി പ്രവാചകന്റെ വീടിനെ വലയം ചെയ്തുകൊണ്ട് പ്രവാചകൻ പുറത്തു വരുമ്പോൾ ആഞ്ഞുവെട്ടി എല്ലാവരും ഒറ്റ വെട്ടിന് പ്രവാചകന്റെ കഥ കഴിക്കാൻ പ്ലാൻ ചെയ്ത അവസരത്തിലാണ് തന്റെ അരുമ അനുചരനും പ്രവാചകന്റെ മരുമകനും കൂടിയായ അലി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വിരിപ്പിൽ മൂടി പുതച്ചു കിടക്കുകയാണ്. ഏതു നിമിഷവും ശത്രുക്കൾ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് വരാം. സ്വന്തം ജീവൻ
പണയം വെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ജീവന് സ്ഥാനം നൽകിയ അലി റളിയല്ലാഹു അൻഹു പറയാ, വല്ലാഹി അഹബ്ബ ഇലൈന മിൻ അംവാലിന വ ഔലാദിന വ ആബായിന വ ഉമ്മഹാതിന വ മിൻ മാഇൽ ബാരിദി അലൽ ലമഇ. അലി റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളുടെ ധനത്തെക്കാളും ഞങ്ങളുടെ മക്കളെക്കാളും ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും അതുപോലെ തന്നെ ദാഹിച്ചവന് തണുത്ത വെള്ളം എത്ര പ്രിയപ്പെട്ടതാണോ അതിനേക്കാളും ഉപരി ഞങ്ങളുടെ പ്രവാചകനെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്. ഒരു യുദ്ധവേളയിൽ യുദ്ധത്തിന് ഒരുങ്ങിയപ്പോൾ പ്രവാചകൻ പ്രഖ്യാപിച്ചു, നിങ്ങളാൽ കഴിയുന്ന സഹായം വരണം. മക്കളെ പറഞ്ഞയക്കാൻ കഴിയുന്ന ആളുകൾ മക്കളെ പറഞ്ഞയക്കണം. സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന ആളുകൾ സാമ്പത്തികമായി സഹായിക്കണം. ഇങ്ങനെ വിളംബരം ചെയ്തപ്പോൾ ജനിച്ച് കുറച്ചു ദിവസം മാത്രമായ പിഞ്ചു പൈതലിനെ മലർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് ഒരു സ്ത്രീ പറയുകയാണ്, പ്രവാചകരെ, എനിക്ക് എന്റേതാണെന്ന് പറഞ്ഞ് സമർപ്പിക്കാനുള്ളത് ഈ ചോര പൈതലിനെയാണ്. ഇതല്ലാതെ മറ്റൊരംഗം എന്റെ വീട്ടിലില്ല, എന്റെ കുടുംബത്തിലില്ല. പ്രവാചകൻ ആ കുഞ്ഞിന്റെയും ആ സ്ത്രീയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. പ്രവാചകൻ ചോദിച്ചു, ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ കഴിയും? യുദ്ധം ചെയ്യാൻ കഴിയുമോ? വാളെടുക്കാനും അടർക്കളത്തിൽ ഇറങ്ങി ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ ഈ കുഞ്ഞിനാകുമോ? ആ സ്ത്രീ പറയുന്ന വാചകം, പ്രവാചകര്, എന്റെ പൊന്നുമോൻ വാളെടുത്തുകൊണ്ട് കുന്തമെടുത്തുകൊണ്ട് കുതിര സവാരി ചെയ്തുകൊണ്ട് യുദ്ധം ചെയ്യുമെന്നുള്ള വാദം എനിക്കില്ല പ്രവാചകര്. പക്ഷേ അങ്ങയുടെ ശരീരത്തിലേക്ക് യുദ്ധകളത്തിൽ നിന്നും അങ്ങയുടെ ശരീരത്തേക്ക് വരുന്ന വെട്ടുകളെയും കുത്തുകളെയും തടുക്കാൻ ഒരു പരിചയായി, ഒരു ജുന്നയായി എന്റെ പ്രിയപ്പെട്ട മകനെ നിങ്ങൾ ഉപയോഗിക്കണമെന്ന. മക്കൾ കൂടുതൽ ഉണ്ടായിട്ടല്ല, സമർപ്പിക്കാൻ അതേ ഉള്ളൂ. യുദ്ധക്കളത്തിൽ തന്റെ സഹോദരൻ മരിച്ചു, തന്റെ പിതാവ് മരിച്ചു, തന്റെ മാതാവ് മരിച്ചു. എന്ത് പറഞ്ഞിട്ടും ആ സഹാബി ഓടി നടക്കുകയാണ്, എന്റെ പ്രവാചകന് വല്ലതും സംഭവിച്ചോ? കുല്ലു മുസീബത്തിൻ ബഅദകൽ ജലൽ. എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ എന്റെ ഉപ്പയേക്കാളും എന്റെ ഉമ്മയേക്കാളും എന്റെ മക്കളെക്കാളും എനിക്ക് വേണ്ടത് എന്റെ പ്രിയപ്പെട്ട പ്രവാചകനാണ്. അതിന് താഴെയാണ് എല്ലാ വിപത്തും എന്ന് പ്രഖ്യാപിച്ച സഹാബത്തിന് അള്ളാന്റെ പ്രവാചകനോട് സഹോദരങ്ങളെ സ്നേഹമില്ലേ? പ്രവാചകന്റെ കാലഘട്ടത്തിൽ ബാങ്ക് കൊടുത്ത പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായിയായ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മരണത്തിന് ശേഷം ബാങ്ക് കൊടുക്കാൻ സന്നദ്ധമായില്ല. മാത്രവുമല്ല, എന്റെ പ്രിയപ്പെട്ട പ്രവാചകനില്ലാത്ത മദീനയിൽ ഇനി ഞാൻ അന്തിയുറങ്ങില്ല എന്ന് പറഞ്ഞ് നാട് വിട്ട ബിലാൽ ബാങ്ക് കൊടുക്കാൻ തയ്യാറായില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലം കഴിഞ്ഞു. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം, നിർദ്ദേശപ്രകാരം ബാങ്ക് കൊടുക്കാൻ വിളിക്കുകയാണ്. അങ്ങയുടെ ബാങ്കിന്റെ മധുര ധ്വനി കേൾക്കാൻ ആഗ്രഹമുണ്ട്, ഒന്ന് ബാങ്ക് കൊടുക്ക്. വളരെ നിർബന്ധിച്ച് നിർവാഹമില്ല എന്ന് കണ്ടപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വാചകം ചൊല്ലിയപ്പോഴേക്കും ബോധരഹിതനായി വീഴുന്ന ബിലാൽ, എന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പേര് പോലും എനിക്ക് ഉച്ചരിക്കാനാവില്ല, എന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ വിയോഗം എനിക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണെന്ന് പ്രഖ്യാപിച്ച സഹാബത്ത്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, ഇന്ന് റബീഉൽ അവ്വൽ വരുമ്പോൾ ഘോഷയാത്രയും അതുപോലെ തന്നെ അന്നദാനവും കാട്ടിക്കൂട്ടലുമായി തെരുവോരങ്ങളിലെ പ്രക്ഷുബ്ധമാക്കുമ്പോൾ വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ ഏറ്റവും വലിയ സ്വതക്കയാണെന്ന് പഠിപ്പിച്ച ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ ജന്മദിനം പോലും നാടിനും നാട്ടുകാർക്കും ആസ്പത്രിയിലേക്കും ദൈനംദിന കാര്യങ്ങൾക്കും പോകുന്ന ഒരാൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഇത് പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തല്ല.
ഇതിന് ഇസ്ലാം ഒരിക്കലും ഉത്തരവാദിയല്ല. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മളാരും ജന്മദിനം ആഘോഷിച്ചില്ല എന്ന് വരാം, പക്ഷേ നമ്മുടെ കുടുംബത്തിലുണ്ട് പശു ചത്തിട്ടും പശുവിന്റെ പുളി, മോരിന്റെ പുളി മാറാത്ത ആളുകളുണ്ട്. അന്ന് മാത്രം വിരുന്നുള്ള ആൾക്കാരുണ്ട്. പെണ്ണുങ്ങളെ വരേക്ക് പറ്റുമെന്ന് വിരുന്ന്, വരയില് മൗലൂദുണ്ട്, എന്തേലൊക്കെ പറഞ്ഞ് തടിയപ്പും. പശു ചത്തിട്ടും മോരിന്റെ പുളി പോകാത്ത ആളുകളുണ്ട്. യഥാർത്ഥമായ ആദർശത്തിലേക്കും ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്കും കയറി വന്നിട്ടും യഥാർത്ഥമായ ആദർശത്തിൽ നിൽക്കാത്ത ഭൂരിഭാഗം ആളുകളുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ബിദ്അത്തിനെ സഹായിക്കാൻ മൻ അആന സാഹിബുൽ ബിദ്അ, ബിദ്അത്ത് ചെയ്യുന്ന ഒരാളെ ആദരിക്കുക എന്നത് ദീനിനെ തകർക്കാനുള്ള സഹായമാണെന്ന് പ്രവാചകൻ പറയുമ്പോൾ ഒരു നിലക്കും ഒരു തെറ്റ് കണ്ടാൽ കൈ കൊണ്ട് തടുക്കണം, ഇല്ലെങ്കിൽ നാവ് കൊണ്ട് തടുക്കണം. അതിന് കഴിയില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ മാറിക്കണം. അത് ഈമാനിന്റെ ദുർബലമായ പുൽക്കൊടിയുള്ള ഒരാളുടെ അടയാള. നമ്മളെല്ലാം ചെയ്യും. അതിപ്പോ എന്താ അന്നല്ലേ, അതെന്താ സ്വലാത്തല്ലേ, അതെന്താ ഘോഷയാത്രയല്ലേ? ഇതിന്റെ ഗൗരവം കഴിഞ്ഞ ആഴ്ച സൂചിച്ച് വീണ്ടും ഞാൻ ആവർത്തിക്കുക. ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ബിദ്അത്തിൽ നിന്നും പരിപൂർണമായി മാറണം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇസ്ലാം പരിപൂർണമാക്കി സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ ഒരു കാര്യവും പ്രവാചകൻ പഠിപ്പിക്കാതെ വിട്ടേച്ചു പോയിട്ടില്ല. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന. ഇവരോധിയ മൗലൂദ് ഏതാ? 29 കൊല്ലം ഖിലാഫത്ത് ഭരണത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന 4 ഖലീഫമാർ. എന്ത് അവർക്ക് നബിയോട് സ്നേഹല്ലേ? ഒരു കാരക്കന്റെ ചീള് റബീഉൽ അവ്വൽ 12 അതിന്റെ പേരിൽ അവർ വിതരണം ചെയ്തു എന്ന് തെളിയിക്കാൻ ചരിത്രത്തിന്റെ താളുകളിൽ ഭൂത കണ്ണാടി വെച്ച് തെരഞ്ഞാലും കാണാൻ കഴിയില്ല. എന്നിട്ട് മദീനത്തുണ്ടോലോ, മക്കത്തുണ്ടോലോ, അവിടുത്തെ ഇമാമുമാര് പറയാ നബിദിനം ആഘോഷിക്കുക എന്നത് ഇസ്ലാമുമായി ബന്ധമേ ഇല്ല. ബിദ്അത്ത് ഒഴിവാക്കണം. നബി ജനിച്ച നാട്ടിലില്ല, നബി മരിച്ച നാട്ടിലില്ല, നബിയുടെ ഖബറുള്ള നാട്ടിലില്ല. സഹോദരങ്ങളെ, കേരളത്തിൽ മാത്രം കാട്ടിക്കൂട്ടുക. നബിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നബി പറഞ്ഞതെടുക്കണം. ലൗകാന ഹുബ്ബുക സ്വാദികൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞു കേൾക്കണം. ബാപ്പാനോട് ഭയങ്കര സ്നേഹ, ബാപ്പ പറഞ്ഞൊരു ചുക്കും കേൾക്കൂല. നബിനോട് ഭയങ്കര സ്നേഹ, നബി പറഞ്ഞ ഒരു മാതൃകയെ സ്വീകരിക്കൂല. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. സ്നേഹിക്കുന്ന ആൾക്കാരെ അനുസരിക്കണം എന്നാണ്. സ്നേഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു കാട്ടിക്കൂട്ടല, ഇതൊക്കെ ഒരു സമ്പ്രദായ. മാറി നിൽക്കാനും മാറ്റി നിൽക്കാനും സമയമായിട്ടുണ്ട്. എന്നിട്ട് നബിന്റെ പൊടി ഭൗതികാവസ്ഥ മുടി നീണ്ടു പോയോലോ. 1/2 സെന്റിമീറ്റർ നീണ്ട് എന്ത് നോക്കി അടക്കുക? മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്ന വിസർജ്യ വസ്തുക്കളും പൊടിയും മുടിയും. നിങ്ങൾ ആലോചിച്ചു, മക്കയിലും മദീനയിലും എത്ര മ്യൂസിയം ഉണ്ട്. മദീന പള്ളിയുടെ ചാരത്തിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ അറിയാം, ധാരാളം മ്യൂസിയം ഉണ്ട്. അവിടെ എവിടെങ്കിലും നബിന്റെ ഒരു മുടിയോ, നബിന്റെ കബറുമിലുള്ള ഒരു പൊടിയോ, അല്ലെങ്കിൽ പിന്നെ മുടിയിട്ടാണ്ട് എവിടെങ്കിലും വെള്ളം കൊടുക്കൽ കണ്ടോ? ഇനിയും നേരം വിളിക്കാൻ സമയമായിട്ടില്ല സഹോദരങ്ങളെ. പച്ച മലയാളത്തിൽ സുന്നി പണ്ഡിതനായ, സൂഫി പണ്ഡിതനായ തഴവ എഴുതി, മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ, എന്നും പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബ് 1-ാം വാള്യമിൽ നോക്കേണ്ടതാ. 3 നൂറ്റാണ്ട് 300 കൊല്ലം. എന്നിട്ട് നബി ദിനം കഴിക്കാൻ ഖുർആൻ തെളിവുണ്ട്. നബി മരിച്ചിട്ട് 300 കൊല്ലം കഴിഞ്ഞിട്ട്
പിന്നെ എങ്ങനെ അതിൽ ഖുർആനിൽ തെളിവുണ്ടാകുക? എന്താണ് ഈ പൊട്ടത്തരം പറയാൻ കാര്യല്ലേ? നിങ്ങൾ ആലോചിച്ചു. എന്നിട്ട് ആയത്ത് ഓതുക. ഞാൻ എന്റെ കുത്തുബയുടെ തുടക്കത്തിൽ കേൾപ്പിച്ച ആയത്ത് അതാ. എന്നിട്ടോ മൗലൂദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, ഒലിക്കുന്നതാണ് കോഴിയും 10,000. ഉലമാക്കൾ അനവധി ആചറുണ്ടതിലെന്ന്, കൂടാതെ സൂഫികൾ. അന്നം കിട്ടിയാൽ ആരും വരും. അസ്ഥിന്റെ കഷ്ണം, എല്ലിന്റെ കഷ്ണം കിട്ടിയാല് ഏഷസ്കരിക്കാനും കൂടി നിങ്ങൾ ഇഴഞ്ഞുകൊണ്ടിൽ വരുന്ന ഭയങ്കര തിരക്കേക്കാരം. ഇത് ഞാൻ പറഞ്ഞതല്ല, റസൂല് പറഞ്ഞതാ. കോഴി വളമ്പി ബിരിയാണി വളമ്പി ആളെ കിട്ടൂലേ? 3 കഴിഞ്ഞ് 4 നൂറ്റാണ്ട് 5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് മുളഫർ ഇബ്നു അബീ സുഅദ് തന്റെ ഭരണത്തിലെ പ്രജകള് തന്നെ ശ്രദ്ധിക്കാതെ പോയപ്പോൾ ഉണ്ടാക്കിയ ഒരു കോപ്രായത്താണ്, ഒരു ബിദ്അത്താണ് ഇന്ന് നാട്ടില് നമ്മുടെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ആയത്ത് ഓതുക. സൂറത്ത് യൂനുസിലെ 59-ാമത്തെ ആയത്ത് ഓതുക. നമുക്ക് നോക്കുക, അങ്ങനത്തെ ഒരു ആയത്തുണ്ടെങ്കിൽ നമ്മള് കഴിച്ചൂല. ആദ്യം ഞാൻ കഴിച്ചൂലേ? നമ്മൾ ഈ പള്ളിയിൽ നിന്ന് കഴിച്ചൂലേ? എന്താ നമ്മക്ക് മൗലൂദ് കഴിച്ചൂടെ? നമ്മൾ എതിരുണ്ടോ? എന്താണ് ആയത്ത്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി ഫദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. എന്തിനർത്ഥം? ഖുൽ ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഫദ്ൽ നിങ്ങൾ ചോദിക്കണം. വബിറഹ്മതി, അല്ലാഹുവിന്റെ റഹ്മത്തും ചോദിക്കണം. ഫബിദാലിക ഫല്യഫ്റഹു, അതിന്റെ പേരിൽ സന്തോഷിക്കണം. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അതാണ് നിങ്ങൾ സ്വന്തമാക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠ. ഇതിൽ സന്തോഷിക്കണമെന്ന് പറഞ്ഞില്ലേ? അതാണല്ലോ ആയത്ത്. സഹോദരങ്ങളെ, ഇതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് ഖുർആൻ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞു പോകുമ്പോ ഞമ്മക്ക് വേണ്ടത് അതിന്റെ ഇടയിൽ നിന്ന് എടുക്കലല്ല. എന്നിട്ട് ഈ റഹ്മത്തിന്റെ പേര് അള്ളാഹിനോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റഹ്മത്തായി ഞാൻ പറയും, റഹ്മത്തായി കൊണ്ടാണ് പ്രവാചകനെ പറഞ്ഞയച്ചത്. അതാണ് ഈ ആയത്ത് പറഞ്ഞല്ലോ. ഏതെങ്കിലും മുഫസ്സിരീങ്ങൾ പറയണ്ടേ? തൊട്ട് മുമ്പുള്ള ആയത്തിരിക്കുക. എല്ലാരും പോയി നോക്കണം. സൂറത്ത് യൂനുസിലെ 58, 59 ആയത്ത് നബിദിനത്തിന് വേണ്ടി ആരെങ്കിലും തെളിവായി ഉദ്ധരിക്കുകയാണെങ്കിൽ തൊട്ട് മേലത്തെ ആയത്തിന് ഉസ്താദ് ഓതിക്കാണെന്ന് പറയണം. അതിന് നമ്മൾ ഈമാൻ ഉണ്ടാണോ? ഉസ്താദെ, നിങ്ങൾ ഇപ്പൊ ഓതിയ ആയത്തിന്റെ തൊട്ട് മേലെ ആയത്ത് എന്താ ആയത്ത്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇലതും മിർ റബ്ബികും, അല്ലാഹുവിൽ നിന്നുള്ള സദുപദേശം നിങ്ങൾക്ക് ഇതാ അവതരിപ്പിച്ചിരിക്കുന്നു. വശിഫാഉ ലിമാ ഫി സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള സകല രോഗങ്ങൾക്കും ശിഫയായിക്കൊണ്ട് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള ഹുദം വറഹ്മ, അള്ളാന്റെ ഹുദയും റഹ്മത്തുമായി വിശ്വാസികൾക്ക് ഇറങ്ങിയ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയെന്നാ പറഞ്ഞത്. ഈ ഖുർആൻ ഇറങ്ങിയതിന്റെ പേരിൽ കുൽ, നിങ്ങൾ ചോദിക്ക്, ബിഫദ്ലില്ലാഹ്, അള്ളാന്റെ ശ്രേഷ്ഠതകൾ ചോദിക്കണം. വബി റഹ്മത്തി, അള്ളാന്റെ റഹ്മത്തും ചോദിക്കണം. വബിദാലിക ഫല്യഫ്റഹു, അതിന്റെ പേരിൽ സന്തോഷിക്കണം. അതിന്റെ പേരില്, ഖുർആനിന്റെ പേരില്. എന്നിട്ട് ഈ ആയത്തിന് തഫ്സീർ കൊടുത്ത ഇമാം മുജാഹിദ്, ഖതാദ, ഇബ്നു അബ്ബാസ് എന്നൊക്കെ പറഞ്ഞാല് മുഫസ്സിരീങ്ങളിൽ നേതാവാ. അദ്ദേഹം പറയാ ഫളിലുല്ലാഹി അൽ ഈമാൻ. ഈ ഖുർആനില് ഈ ആയത്തിൽ പറഞ്ഞ ഫളിൽ എന്ന് പറഞ്ഞാൽ അത് ഈമാനാണ്. വറഹ്മത്തുഹു, അള്ളാന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖുർആൻ, ഖുർആനാ. അപ്പൊ നമ്മൾ ഖുർആനിന്റെ അനുയായികളാകുക എന്നതാണ് ഈ ദുനിയാവിൽ നമുക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠത. അതിന്റെ പേര് സന്തോഷിച്ചോളി, അതിന്റെ പേര് ചോദിച്ചോളി. ഇതെങ്ങനെ നബിക്ക് തെളിവാകാം? ഇനി മേലാൽ ഈ ആയത്ത് ഓതുകയാണെങ്കിൽ ചോദിക്കാനുള്ള ആർജവം വേണം. വേണ്ടതിനും വേണ്ടാത്തതിനും ചോദ്യം ചെയ്യുന്ന നമ്മുടെ ജനറേഷൻ ആവശ്യമുള്ള ചോദിക്കൂല, ആവശ്യമുള്ളോടത്തും ചോദിക്കൂല, ആവശ്യമില്ലാത്തടത്ത് നമ്മൾ ഇടപെടും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നോക്കിക്കോളെ, നബി ഖദീജ ബീവിന്റെ ജന്മദിനം ആഘോഷിച്ചോലോ. ആടിനെ അറുത്താണ് നബി കൊടുത്തില്ലേ? എപ്പോഴാ കൊടുത്ത്? ജന്മദിനത്തോട് അനുബന്ധിച്ച ആ ഹദീസ് എടുത്താൽ തന്നെ അറിയാം. റുബ്ബമാ ദബഅൻ നബിയു അശാത, ചിലപ്പോഴൊക്കെ
നബി ആടിനെ അറുക്കാറുണ്ട്. റുബ്ബമ, അറബി ഭാഷയിൽ അടിസ്ഥാനപരമായി ഇൽമുള്ള ആൾക്ക് റുബ്ബമാർ എന്താ, ചിലപ്പോഴൊക്കെ ആടിനെ അറക്കുമ്പോഴൊക്കെ ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചിട്ടും ഒരു ഖദീജന്റെ കൂട്ടുകാർത്തിക്കോ കൊടുക്കുന്ന, ഇത് ഭാര്യ മരിച്ചാലും ഭാര്യയുടെ കൂട്ടുകാരെ പരിഗണിക്കണമെന്നുള്ള അധ്യായത്തിലാണ് മുഫസ്സിരീമാര് ഹദീസ് പണ്ഡിതന്മാർ ഉപയോഗിച്ചത്. എപ്പോഴേലൊക്കെ ആടിനെ അർത്ഥം നിങ്ങൾ കൊടുത്തോളി. നബിലത്തിന് തെളിവ് എങ്ങനെ? ഇതെങ്ങനെ നബിലത്തിന് തെളിവായ? ആടിനെ അറക്കുമ്പം കൂട്ടുകാർത്തിക്കൊക്കെ കൊടുക്കണം, പെണ്ണുങ്ങളെ കൂട്ടുകാർത്തിക്ക് കൊടുക്കണം എന്നുള്ളൂ. ഇനിയോ പ്രവാചകനെ മദ്ഹ് ചൊല്ലിയിട്ട് കഅബിന് പുതപ്പെടുത്തില്. എന്താണിത്? പ്രവാചകനെതിരെ, ഇസ്ലാമിനെതിരെ, ഖുർആനിനെതിരെ ആഞ്ഞടിച്ച കഅബിനെ കൊല്ലണമെന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുക. കഅബിനെ എവിടെ കണ്ടാലും കൊല്ലണം. അങ്ങനെ വേഷപ്രച്ഛന്നനായി കഅബ് പ്രവാചകന്റെ സദസ്സിലേക്ക് കയറുക. അദ്ദേഹം ഇങ്ങനെ പദ്യം ചൊല്ലി അവസാനം പറഞ്ഞു, ഞാൻ കഅബാണ്, ഞാൻ ഖേദിച്ചു മടങ്ങുന്നു, ഞാൻ ഷഹാദത്ത് പ്രഖ്യാപിക്കുന്നു. ഈ സമയത്ത് എവിടെ കണ്ടാലും കൊല്ലണമെന്നുള്ള പ്രഖ്യാപനമുണ്ട്. അപ്പൊ പ്രവാചകൻ തരോ, പ്രവാചകന്റെ തോളിലുള്ള ഒരു പച്ച ഷാൾ എടുത്തിട്ട് ഇട്ട് നോക്കി. കഅബിനെ കണ്ട കൊല്ലുന്നതിന് മുന്നേ പ്രവാചകന്റെ കഴുത്തിലുള്ള ആ മുണ്ടുണ്ടല്ലോ, ആ ചോദിക്കാൻ ഒരു സമയം കിട്ടാൻ വേണ്ടി കൊടുത്തതാ. അതിനോട് നബിദിനത്ത് തെളിവിടെ, നബിദിനത്തിന് അവിടെ തെളിവ്. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് സഹോദരങ്ങളെ. എന്നിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വരികള്, ഇത് വിളിച്ചവർക്ക് അറിയോ, കൈമടക്ക് കൊടുക്കുന്നവർക്ക് അറിയോ, സംഘടിപ്പിക്കുന്നവർക്ക് അറിയോ? ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് എതിരായിക്കൊണ്ടാ പറഞ്ഞത്. തെറ്റുകൾ പൊറുക്കാൻ പടച്ചോന് മാത്രമേ കഴിയൂ. തെറ്റുകൾ പുറത്തു തരാൻ പടച്ച തമ്പുരാനല്ലാതെ മറ്റാരുണ്ടെന്ന് ഖുർആൻ ചോദിക്കുക. എന്നിട്ടോ ഇവിടെ ചെല്ലുക, കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ലാതെ ഞാൻ ഇതാ സഞ്ചരിക്കുന്നു. എല്ലാ തെറ്റുകളും പുറത്തു തരുന്ന പ്രവാചകരെ, എന്റെ തെറ്റുകൾ പുറത്തു തരണേ. ഇത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ശരീഅത്തിന് എതിരാ. ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി ശൈഅ, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു തേടുന്നുള്ളൂ എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ നുബൂവത്തിനും റിസാലത്തിനും എതിരാ. ആരോടാ സങ്കടം പറയേണ്ടത്? ആരോടാ തെറ്റ് പറയേണ്ടത്? തൗബ ചെയ്യേണ്ട ആരോടാ? പടച്ചുകൊണ്ടായി. ഇതൊക്കെ വിശദീകരിക്കാൻ സമയമല്ല. എന്നിട്ട് ശുഹദാക്കളെ വിളിച്ച് മക്കള് ചെല്ലുന്ന ആൾക്കാരെയോ, അയാ ശുഹദാഹു ഇന്നാ ഖദ് കസദ്നാ ഇലൈകും ലിൽ ഇഗാസതി സായിലീനാ അഈസൂനാ ഇദസ്തദത് അലൈനാ കറായിബു ലൈസ ഫീഹി മയ്യകീനാ. എന്താ ഇതിന്റെ അർത്ഥം? അയാ ശുഹദാ, രക്തസാക്ഷികളെ, മരിച്ചുപോയ ആളുകളെ, ഇന്നാ ഖദ് കസദിന, ഞങ്ങളുടെ സകല പ്രതീക്ഷകളും, ശുഹദാക്കളെ നിങ്ങളാണ്. എങ്ങനെ ഞങ്ങളെല്ലാ പ്രതീക്ഷകളും മരിച്ചുപോയ ശുഹദാക്കളെ, ഓമാനൂർ ശുഹദാക്കളെ നിങ്ങളെ മേല. ഇലൈകും ലിൽ ഇഗാസതി സായിലീന, രണ്ട് കൈകളും നീട്ടി സഹായത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആരോട്? മൗലൂദിലുള്ള വരികളാണ്. ദിഫായി മാലയിലും മറ്റൊക്കെ മറിച്ചു നോക്കി. എന്നിട്ടോ അഈസൂനാ ഇദസ്തദത് അലൈനാ കറായിബു ലൈസ ഫീഹി മയ്യകീനാ, ഞങ്ങളെ സഹായിക്കണം ശുഹദാക്കളെ, ഓമാനൂർ ശുഹദാക്കളെ, നിങ്ങളല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. പടച്ചോനാണ് മൂലക്കാക്കി. ഇത് ശിർക്ക് ചെയ്താൽ വമൻ യുശ്രികു ബില്ലാഹി ഫഖദ് ഹറമ അലൈഹിൽ ജന്ന, സ്വർഗ്ഗം ഹറാമ. വിളിച്ചോളി, ചെല്ലിക്കോളി. വാശി മുജാഹിദിന്റെ പള്ളിന്റെ അടുത്ത് വരുമ്പം ഒച്ച കൂടുക, നബിദിന ഘോഷയാത്രയുടെ സൗണ്ട് കൂടുക. ചെല്ലിക്കോളിങ്ങളെ, പ്രവാചകൻ പഠിപ്പിച്ച നുബുവത്തിന് എതിരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ,
പ്രവാചകന്റെ കൂടെ നമുക്ക് സ്വർഗത്തിൽ കഴിയണമെന്നുള്ള ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഓരോ ഫാത്തിഹ ചെല്ലുമ്പോഴും ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. ആരാ അനുഗ്രഹിച്ചവർ? അള്ളാഹനെ അനുസരിക്കുന്ന ആളുകൾ. വമൻ യുതഇല്ലാഹ വറസൂലഹു വമൻ യുതഇല്ലാഹ വറസൂലഹു ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസിദ്ദീഖീന വശുഹദാഹ വസ്സാലിഹീന വഅസ്ന ഉലൈക റഫീഖ. അള്ളാഹുവിനെയും അള്ളാഹിന്റെ റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾ നബിമാരുടെ കൂടെയായിരിക്കും നാളെ സ്വർഗത്തിൽ, ശുഹദാക്കളുടെ കൂടെയായിരിക്കും, അതുപോലെ തന്നെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലായിരിക്കും, സിദ്ദീഖുമാരുടെ കൂട്ടത്തിലായിരിക്കും. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കൂട്ടുകാർ എത്ര നല്ലവരാ. അതുകൊണ്ട് പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ കഴിയണമെന്നുള്ള മോഹം നമ്മുടെ മനസ്സിന്റെ കോണിൽ ഉണ്ടെങ്കിൽ ഈ വിദ്അത്തിനെ ദൂരെ എറിയണം. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ ഫലൈസ മിന്നാ ഫഹുവ റദ്ദുൻ. ഞാൻ പഠിപ്പിക്കാത്ത വല്ലതും ദീനിന്റെ പേരിൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾക്ക് അല്ലാഹുവോടും അല്ലാഹുവിന്റെ റസൂലിനോടും സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ച 23 കൊല്ലം കൊണ്ട് പഠിപ്പിച്ച മഹിതമായ സന്ദേശം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകരിൽ ഉദാത്തമായ മാതൃകയുണ്ട്. അതുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തുകൾ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാനും നാളെ പരലോകത്ത് പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ കഴിയാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, പടച്ചതമ്പുരാന്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. എല്ലാ വെള്ളിയാഴ്ച നമ്മൾ കുല്ലു ബിദ്അത്തുൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. എല്ലാ പുതുതായി ഉണ്ടായതും വഴികേടിലാണ്. എല്ലാ വഴികേടിന്റെയും അന്ത്യം നരകാണ്. നിങ്ങൾ ആലോചിക്കണേ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലാണ് പ്രവാചക ശൃംഖല തുടങ്ങുന്നത്. മുഹമ്മദ് നബി അവസാനിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞറിയോ, എനിക്ക് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരും കൂടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി. ആ ബിൽഡിങ്ങില് ഒരു ഇഷ്ടിക മാത്രം ബാക്കിയുണ്ട്, ലിബ്നത്ത് മാത്രം ബാക്കിയുണ്ട്. ഞാൻ അങ്ങ് വന്നതോടുകൂടി ഇസ്ലാമാകുന്ന സൗദം, ആ വീട് പരിപൂർണമായി. ഞാൻ ഇനിയൊരു ഇഷ്ടിക വെക്കാൻ ചാൻസ് ഇല്ല. അപ്പം ഒരേ ആദർശത്തിന് വേണ്ടി അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് പറഞ്ഞയച്ച സകല പ്രവാചകന്മാരും പറഞ്ഞ വാചകങ്ങളിൽ ഏറ്റവും നല്ല വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അപ്പൊ ഒരേ ആദർശത്തിന് വേണ്ടി പറഞ്ഞയച്ചതാണ് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാര്. ഇതിൽ ഒരു പ്രവാചകന്റെ ജന്മദിനം മാത്രമേ ഞങ്ങൾ ആഘോഷിക്കാറുള്ളൂ. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ ഒരേ ആദർശ സംസ്ഥാപനത്തിന് വേണ്ടി പറഞ്ഞയച്ചു. ഞാൻ കേട്ടോ, 25 പ്രവാചകന്മാരെ പേര് ഖുർആൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോ 1.25 അവിടെ നിൽക്കട്ടെ, അറ്റ്ലീസ്റ്റ് 25 പ്രവാചകന്മാര് ഓളെ ജന്മദിനം ആഘോഷിക്കണ്ടേ? ഇനി അതും പോട്ടെ. 5 പ്രവാചകന്മാർ ആ കൂട്ടത്തിൽ ഉലുൽ അസ്മ്, ഈസാ നബി, മൂസാ നബി, ഇബ്രാഹിം നബി, നൂഹ് നബി, മുഹമ്മദ് നബി, ഈ 5 ആൾക്കാരെ തെരഞ്ഞെടുത്ത് ഉലുൽ അസ്മ് എന്ന് പേരുണ്ട്. അറ്റ്ലീസ്റ്റ് 5 പ്രവാചകന്മാരെ ആഘോഷിക്കാം. ഇനി അതും വേണ്ട, ഇബ്രാഹിം നബിയുടെ പേരിൽ സലാത്ത് അല്ലാതെ നമസ്കാരം പൂർത്തിയാകും. വഅല ആലി ഇബ്രാഹിമ എന്ന് ചെല്ലാതെ ഇബ്രാഹിം നബിനെ ആവശ്യിക്കണ്ടേ? ഇനി ഞാൻ ഈ പറഞ്ഞതിന്റെ സൂറത്തു ബക്കറയുടെ നമ്മളൊക്കെ എപ്പോഴും ഓതുന്ന ആയത്തില്ലേ, ആമന റസൂൽ, ആ കൂട്ടത്തിൽ പടച്ചോൻ പറയാം, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. പോയി എല്ലാരും പരിഭാഷ നോക്കണം. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. ഞാൻ അയച്ച എന്റെ പ്രവാചകന്മാർക്കിടയിൽ ഞാൻ ഒരു വ്യത്യാസമോ വിവേചനമോ കാണിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾ കാണിക്കുക? എങ്ങനെ കാണിക്കും? ഇതിന് ഉത്തരം പറയണം, ഉത്തരം കണ്ടെത്തണം. ലാ നുഫർരിഖു, ഞാൻ മാറ്റി പറഞ്ഞൊന്നുമല്ല.
ആര് പരിപാടി ചോദിച്ചോളി, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസ്ലി, ഞാൻ അയച്ച എന്റെ പ്രവാചകന്മാർക്കിടയിൽ യാതൊരു വിവേചനമോ വ്യത്യാസമോ അപ്പൊ നമുക്ക് കാണിച്ചാൻ പറ്റൂല. അത് ഈമാൻകാരി അതാണ്. എല്ലാ അമ്പിയാക്കന്മാരും വിശ്വസിക്കണ്ടേ? ആദം നബി തുടങ്ങി മുഹമ്മദ് നബി തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും വിശ്വസിക്കാതെ കുല്ലും മൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി, എല്ലാവരും വിശ്വസിക്കും. ലാ നുഫർരിഖു ബൈന അഹദിൻ. അപ്പോ ഇസ്ലാമിൽ അങ്ങനെ ആഘോഷമില്ല. ഇസ്ലാമിൽ അങ്ങനെ ആഘോഷമില്ല. ഉണ്ടെങ്കിൽ സഹാബത്ത് ചെയ്യും. ഊരി പിടിച്ച വാളുമായി മുഹമ്മദ് നബിയുടെ വാക്കിന് കാവൽ നിൽക്കുക. ആ ഉംറത്താൻ കഴിച്ചോ? സ്വന്തം മരുവൻ കഴിച്ചോ? ആയിഷ ബി കഴിച്ചോ? 4 ഇമാംമാർ കഴിച്ചോ? അപ്പൊ ഈ വിദേഹത്തിന് ദൂരെറിയണം. അറിയാതെ ആരെങ്കിലും അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യണം. ഒരു ഇറക്കി വെള്ളം, വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പരിപൂർണമായി മൻ അഹ്യാ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിന് പുതുജീവൻ നൽകിയവൻ അവനാണ്. പ്രവാചകൻ നടത്തുന്നത് എങ്ങനെയാണ്? പ്രവാചകൻ കാല് വെച്ചപ്പോൾ ആദ്യം കാല് ഏത് വെച്ചു? ചെരുപ്പിട്ടപ്പോ ഏതാ വെച്ചത്? മുടി വാർന്നപ്പോ എങ്ങനെ വാർന്നു? ഇതിനൊക്കെ സുന്നത്താ. ഈ സുന്നത്ത് മുഴുവൻ സ്വീകരിച്ച് പ്രവാചകനെ സ്നേഹിക്കുന്ന മുത്തബി സുന്ന എല്ലാരും പറയാ ഞങ്ങളാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. എല്ലാരും പറയാം ഞങ്ങൾ മാത്രമുള്ള സ്വർഗത്തേക്ക്. ഖുർആനിലുണ്ട് കുല്ലു ഇസ്ബിൻ ബിമാ ലദൈഹി ഫരിഹുൻ, എല്ലാരും അവനാനാണ് നല്ലതെന്ന് വിചാരിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അവനാന്റെ ഖബർക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. അവനാന്റെ വിചാരണ നമ്മളെ ഉണ്ടാവുള്ളൂ. ഒരു നേതാവ് ഉണ്ടാവില്ല, ഒരു പ്രസ്ഥാനം ഉണ്ടാവില്ല, ഒരു സംഘടന ഉണ്ടാവില്ല. അതുകൊണ്ട് ശരിക്ക് ഖുർആൻ എന്താണ്, സുന്നത്താണെന്താണ് പഠിച്ച് യഥാർത്ഥ മുത്തബി സുന്നയായി മാറാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം അനുഭവിക്കുന്ന, അസുഖം ബാധിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു അസുഖം ഭേദമാക്കി ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവർ, ഉടയവർ, നേതാക്കന്മാർ, ഗുരുനാഥന്മാർ, സഹപ്രവർത്തകർ, ആദർശ ബന്ധുക്കൾ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കി അതിനെ പരിപൂർണമായി സ്വീകരിക്കാനും അസത്യത്തെയും അധർമ്മത്തെയും അന്യായത്തെയും ഏതാണെന്ന് മനസ്സിലാക്കി പരമാവധി വർജിക്കാനുള്ള ബോധവും മനക്കരുത്തും തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. توفنا مسلمين والحقنا بالصالحين. ربنا أحينا على الكتاب والسنة ومتنا مع الإيمان والتوبة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. والحمد لله رب العالمين.